ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. ഇതിനിടെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ SIT നടത്തുന്ന പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17-നാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക അറസ്റ്റ് നടക്കുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്. എന്നാൽ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതോടെ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം കവർന്ന കേസിൽ ജാമ്യം ലഭിച്ചു. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ അവകാശമാണെന്നും ഇക്കാര്യത്തിൽ വിവേചനം കാണിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. പാസ്പോർട്ട് SITക്ക് കൈമാറിയെന്ന് സത്യവാങ്മൂലം നൽകണം, അന്വേഷണത്തെ ബാധിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടരുത് തുടങ്ങിയവയാണ് നിബന്ധനകൾ. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. പോറ്റിക്ക് ജാമ്യം ലഭിച്ച അതേ വഴിയിൽ ജാമ്യം നേടാനായി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും ഇന്ന് വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. തന്നെയും അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസമായെന്നും ഇതുവരെ SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അതേസമയം സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തിയ പരിശോധനയിൽ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകരെ പെയിന്റ് അടിച്ച നിലയിൽ പാക്കറ്റുകളിലായി SIT കണ്ടെത്തി. ശബരിമലയിലെ സ്വർണം വാങ്ങിയതിന്റെ പശ്ചാത്താപമായി മാളികപ്പുറത്തിന് ഗോവർദ്ധൻ സമർപ്പിച്ച 10 പവന്റെ മാലയും കണ്ടെത്തി കഴിഞ്ഞു. കൂടാതെ പുതിയ സ്വർണ്ണ കൊടിമരത്തിന്റെ ചുറ്റളവ് അളന്ന SIT ശ്രീകോവിലിന്റെ വാതിൽ പരിശോധിക്കുകയും പ്രഭാമണ്ഡലപാളിയുടെ തൂക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. വാതിലിന്റെ സാമ്പിൾ അടക്കം ശേഖരിച്ച് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള നീക്കം കൂടിയാണ് SIT നടത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.